കോഴിക്കോട് പേരാമ്പ്ര ചെറുവണ്ണൂരിൽ കാറിന് തീപിടിച്ച് ഗർഭിണി മരിച്ച സംഭവത്തിൽ ദുരൂഹത. തീപിടുത്തമുണ്ടായത് കാറിനകത്ത് സൂക്ഷിച്ചിരുന്ന പെട്രോളിൽ നിന്നുമാണ്. കാറിന്റെ ഇന്ധന ടാങ്കിന് ചോർച്ചയില്ല എന്നും തീപിടുത്തത്തിന് കാരണം ഷോർട്ട് സർക്യൂട്ട് അല്ല എന്നും ഫോറൻസിക് പരിശോധനാ ഫലം. പെട്രോൾ എങ്ങനെ ക്യാബിനിലെത്തിയെന്ന് കണ്ടെത്താൻ അന്വേഷണം ആരംഭിച്ചു. നേരത്തെ ഭർത്താവിനെതിരെ ആരോപണവുമായി യുവതിയുടെ കുടുംബം രംഗത്ത് വന്നിരുന്നു. വിവരങ്ങൾ നൽകാൻ രമ്യയുണ്ട്. രമ്യ, ഈ ഗർഭിണിയുടെ മരണം കേരളത്തെ ഞെട്ടിച്ചതാണ്. അന്ന് ഈ കാറിന് തീപിടിച്ച് മരിച്ചതാകാമെന്നാണ് നമ്മളെല്ലാവരും ഒരുപോലെ കരുതിയിരുന്നത്. പക്ഷേ കാര്യങ്ങൾ അങ്ങനെയല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ആരോപണങ്ങളെല്ലാം അല്ലെങ്കിൽ ഈ സംശയ മുനകളെല്ലാം ആർക്ക് നേരെയാണ് നീളുന്നത്? എങ്ങനെയാണ് ഈ കാറിനകത്ത് പെട്രോൾ വന്നത്? പോലീസ് എന്തൊക്കെ കാര്യങ്ങളാണ് വിശദീകരിക്കുന്നത്? രമ്യ. അശ്വതി, ഈ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഇത്തരത്തിൽ ഒരു രാത്രി 9:30 പേരാമ്പ്ര ചെറുവണ്ണൂർ സ്വദേശിയായിട്ടുള്ള സോന കാറിനുള്ളിൽ നിന്നും തീപിടിച്ച് മരിക്കുന്നത്. ഇതിൽ ഭർത്താവിന് കൃത്യമായി ഏകദേശം 60% പൊള്ളലേറ്റിട്ടുണ്ട്. ഇയാളിപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ഇതിൽ ഈ അപകടത്തിന് ശേഷം വലിയ രീതിയിലുള്ള പരിശോധനകളെല്ലാം തന്നെ കാറിനുള്ളിൽ നടന്നിരുന്നു. അതായത് ആദ്യഘട്ടത്തിൽ ഷോർട്ട് സർക്യൂട്ടാണെന്ന നിഗമനത്തിലായിരുന്നു പോലീസ്. പക്ഷേ ഈ പരിശോധനയിൽ തന്നെ ഷോർട്ട് സർക്യൂട്ടോ അല്ലെങ്കിൽ ഈ പെട്രോൾ ടാങ്കിലെ ലീക്കുകളോ കാര്യങ്ങളോ ഇല്ല എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയത്. തുടർന്നാണ് ഇത്തരത്തിൽ ഈ കാറിനുള്ളിൽ തന്നെ പെട്രോളിന്റെ സാന്നിധ്യമുണ്ടെന്ന നിഗമനത്തിൽ തന്നെയാണ് ഇപ്പോൾ പോലീസ്. അപ്പോൾ ഇത്തരത്തിൽ കാറിനുള്ളിൽ എങ്ങനെയാണ് ഈ അല്ലെങ്കിൽ വലിയ കന്നാസുകളിലോ അല്ലെങ്കിൽ വലിയ കുപ്പികളിലോ മറ്റോ ആയി ഇത്തരത്തിൽ പെട്രോൾ സൂക്ഷിച്ചത്? ഇത് ആരാണ് ഇത്തരത്തിൽ സൂക്ഷിച്ചതെന്നുള്ള അന്വേഷണമാണ് പോലീസ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അതായത് ഈ തീ കത്താൻ കാരണം പെട്രോൾ ആണെന്ന പ്രാഥമികമായ ഒരു നിഗമനത്തിൽ തന്നെയാണ് ഇപ്പോൾ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളെല്ലാം പുരോഗമിക്കുകയാണ്. അതായത് ഈ അടുത്ത ദിവസങ്ങളിലായി തന്നെ ഈ പെട്രോൾ പമ്പിൽ നിന്നും ഇത്തരത്തിൽ വാഹനങ്ങളിലെത്താതെ പെട്രോൾ വാങ്ങിയവരിലേക്കാണ് പോലീസ് അന്വേഷണം ഊർജിതമാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് അതായത് അന്നത്തെ ദിവസം ഒരു സ്ത്രീ സമീപത്തെ ഒരു പെട്രോൾ പമ്പിലേക്ക് ഈ കന്നാസുമായി പോവുകയും അവിടുന്ന് പെട്രോൾ ശേഖരിക്കുന്നതുമായ CCTV ദൃശ്യങ്ങളെല്ലാം പോലീസിന് ലഭ്യമായിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങളെല്ലാം തന്നെയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അതായത് ഈ അന്വേഷണം കൂടുതൽ നമുക്ക് ഇത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഈ സോനയിലേക്കും, അതായത് മരിച്ച സോനയിലേക്കും കൂടി ഈ അന്വേഷണം നീളുന്നു എന്നുള്ള തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം ഇനിയും പുറത്തു വരേണ്ടതുണ്ട്. കാരണം അടുത്ത ദിവസങ്ങളിൽ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ അല്ലെങ്കിൽ അന്വേഷണത്തിൻ്റെ പുരോഗതിയെക്കുറിച്ചെല്ലാം പോലീസ് വിശദമാക്കുകയും ചെയ്യുമെന്നുള്ള തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതായത് ഈ ഭർത്താവും സോനയും തമ്മിൽ കുറേ വർഷങ്ങളായി തന്നെ പ്രണയവിവാഹമായിരുന്നെങ്കിലും ഇവർ തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഒരു കൊലപാതകത്തിനുള്ള ശ്രമമാണോ എന്നുള്ളൊരു സംശയം കൂടി പോലീസ് ഇതിൽ ഉന്നയിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് അടുത്ത ദിവസങ്ങളിൽ തന്നെ പോലീസ് കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവിടും. അശ്വതി, അത് തന്നെയാണ്. കൊലപാതകമാണോ, എങ്ങനെയാണ് സോനയുടെ ജീവൻ ആരാണ് കവർന്നത്, സോനയുടെ മരണത്തിൽ എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യങ്ങളെല്ലാം പോലീസ് വരും മണിക്കൂറുകളിൽ വിശദീകരിക്കുമെന്ന് തന്നെയാണ് രമ്യ പറയുന്നത്.